സ്നേഹത്തോടൊരു രാധയും കൃഷ്ണനെയും കാണിച്ചുകൊണ്ട് നമുക്കൊന്നൊരു വീഡിയോ ഇടാം. ഓക്കേ, ഈ ഇലയുടെ പേരാണ് തഴുതാമ എന്ന് പറയും. നമ്മൾ മുറ്റത്തൊക്കെ ശരിക്കും പടർന്ന് പന്തലിച്ച് ഇങ്ങനെ കിടക്കും. ആരും ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല. പക്ഷേ ഇത് നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു ഇലയും വേരും ചെടിയും ഫുള്ളായിട്ട് ഇതിൻ്റെ ഔഷധ ഗുണം ഒരുപാടാണ്. തഴുതാമയില വളരെ പ്രയോജനമുള്ള ഒരു ആയുർ സസ്യമാണ്. ആരും അത് പ്രയോജനപ്പെടുത്താതെ നമ്മുടെ മുറ്റത്തൊക്കെ തന്നെ നിന്നാലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ചൊരു അറിവാണ് ഇന്ന് ഞാൻ നൽകുന്നത്. ഇത് സൂപ്പ് വയ്ക്കാം, ഉഗ്രം സൂപ്പ് വയ്ക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി എല്ലാം കൂടെ ചതച്ച് ഈ ഇലയും ഇട്ട് വേണമെങ്കിൽ ഒരു തക്കാളി ചേർത്ത് 2 ഗ്ലാസ് വെള്ളത്തിൽ ഇത് വേവിച്ച് സൂപ്പാക്കി കഴിക്കാം. നല്ല ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടും. പിന്നെ ശരീരത്തിലെ നീർക്കെട്ട് വേദനയും ഇല്ലാതാക്കാൻ ഇത് നല്ലതാണ്. ഇത് പരിപ്പിട്ട് കറി വയ്ക്കാം, തോരൻ വയ്ക്കാം. പെട്ടെന്ന് നമുക്കൊരു കറി ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇലയും പരിപ്പും എല്ലാം ഇട്ടൊരു കറി വയ്ക്കാം. ഇതിൻ്റെ ഇല വെച്ച് വൃത്തിയാക്കി അത് തോരൻ വെച്ച് കഴിക്കാം. പിന്നെ രോഗപ്രതിരോധ ശക്തി ഒരുപാട് ഉള്ള ഒരു സസ്യമാണിത്. മഞ്ഞപ്പിത്തം, വൃക്കരോഗങ്ങൾ എല്ലാം ശമിപ്പിക്കാൻ ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. 2 തരം ഉണ്ട്. പക്ഷേ നമ്മളെ നാട്ടിൽ ഈ ഇടയ്ക്കൊക്കെ കിട്ടത്തുള്ളൂ. ഇത് വെള്ളപ്പൂ പിടിക്കുന്ന ഒരു നീലപ്പൂ പിടിക്കുന്നത് കൂടുതലും നമ്മളെ പരിസരത്തൊക്കെ നിൽക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുനർനാവതി കഷായം ഇതുകൊണ്ടാണ് ഉണ്ടാക്കുക. ഇതിൻ്റെ വേരും എല്ലാം ഇട്ടാണ് കഷായം വയ്ക്കുന്നത്. മഞ്ഞപ്പിത്തത്തിന് ഏറ്റവും ഉത്തമമായ കഷായമാണ് അത്. പിന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് ധാരാളം അടങ്ങിയതുകൊണ്ട് മൂത്ര സംബന്ധമായ അസുഖത്തിനും ഏറ്റവും ഫലപ്രദമാണ്. പിന്നെ പ്രാണികൾ കടിച്ചുണ്ടാകുന്ന വ്രണത്തിനും വിഷം എന്നിവയ്ക്ക് ഇതിൻ്റെ നീരെടുത്ത് ഇതിൻ്റെ ഇല ഇങ്ങനെ കയ്യിൽ ഞെരടി അതിലെ നീരുള്ള ഭാഗത്തും ഒരു പ്രാണിയോ പഴുതാരയോ ഒക്കെ കടിച്ചാലും ഇതിൻ്റെ നീര് നമുക്ക് വളരെ നല്ലതാണ്. പിന്നെ ശരീരത്തിലുണ്ടാകുന്ന നീരിന് ഇതിൻ്റെ കഷായം വയ്ക്കാം. തഴുതാമ വേര്, എരിക്കും വേര്, കടുക്ക വേര്, മഞ്ഞൾ, വയമ്പ് എന്നിവ സമം എടുത്ത് ഗോമൂത്രത്തിൽ ചാലിച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ നീര് എല്ലാം വറ്റും. പിന്നെ കഫസംബന്ധമായ ഇതിന് ഇതേപോലെ തന്നെ ഈ ഇലയും അതിൻ്റെ വേരും വയമ്പും ചേർത്ത് കഴിക്കണം. കഫസംബന്ധമായ എല്ലാ അസുഖത്തിനും നല്ല. പിന്നെ കൃമിക്കും അതേപോലെ, കൃമി ഇല്ലാതാക്കാനും ഇതേപോലെ തന്നെ ഈ കഷായം കുടിച്ചാൽ മാത്രം മതി. കൃമിക്കും നല്ലതാണ്. ഇത് അരച്ച് നെല്ലിക്ക വലുപ്പത്തിൽ കഴിക്കണം. രാവിലെയും വൈകുന്നേരവും കഴിക്കണം. ശരീരത്തിലെ വിഷാംശം മാറ്റുന്നതിനും കൃമിയും അങ്ങനെയൊക്കെ ഉള്ളതിനും എല്ലാം ഉത്തമം. പിന്നെ ഈ മദ്യം കഴിച്ച് ക്ഷീണമൊട്ടൊക്കെ മദ്യപാനികൾക്ക് ഏറ്റവും ഉത്തമമാണ്. മദ്യമൊക്കെ കഴിച്ച് വരുന്നവർക്ക് ഇത് കഷായമാക്കി പശുവിൻ പാലിൽ കാച്ചി നീർ പകുതിയാക്കി അവർക്ക് കൊടുത്താൽ ഈ ശരീരക്ഷീണമൊക്കെ മാറും. അതൊരു 2 നേരം രാവിലെയും വൈകുന്നേരത്തും കൊടുക്കുക. നല്ല എനർജി ഒരു ഡ്രിങ്കാക്കി നാരങ്ങ നീരും ഇതിൻ്റെ അരച്ച് നാരങ്ങ നീരും ആയിട്ട് കുടിക്കാം. പിന്നെ മോരിനകത്ത് അരച്ച് മോരും വെള്ളം കുടിക്കാം. അങ്ങനെ പല ഔഷധങ്ങളുണ്ട്. ഇത് ആരും ഉപേക്ഷിക്കരുത്. നമ്മളെ പറമ്പിൽ തന്നെ ഉള്ള ഒരു സംഭവമാണ്. എല്ലാവരും ഇത് ഉപയോഗിക്കണം. ഒരുപാട് പ്രയോജനമുള്ളതാണ്. ഓക്കെ, താങ്ക് യു.